അനിൽകുമാർ, തീർച്ചയായും അതൊരു വ്യക്തിയുടെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനവും ഒക്കെ ആകാം. പക്ഷേ ഒരു വ്യക്തി എന്നത് കേവലം ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ മുന്നണിയെ നയിച്ചയാളാണ്. ആ മുന്നണിയെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടുകൂടിയാകുമോ ധ്യാനം പോലെ ഒരു കർമ്മത്തിലേക്ക് കടക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ ആളുകൾ വിലയിരുത്തുക? ശ്രീകോവിലിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലം ഇതാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരി, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് അനാദരവാണ്, മുഖ്യമന്ത്രി അനാദരവ് കാട്ടിയതാണ് എന്നൊരാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP-ക്കാരെ ഓർത്ത് ഞാനൊന്ന് സഹതപിക്കുകയാണ്. അനാദരവെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഉള്ളികണ്ണോട് കൂടി നോക്കുന്ന ആളാണ്, ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണ് അർത്ഥം. അതാണ് ഒരു ഉള്ളികണ്ണില്. അതെ അതെ അതെ, ഒരു ഉള്ളികണ്ണിന്റെ പ്രശ്നമില്ല. ഈ സമൂഹത്തിനകത്ത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന, എല്ലാ മനുഷ്യരും ആരാധിക്കുന്ന എല്ലാ വിശ്വാസ സങ്കേതങ്ങളെയും ആദരവോടെ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതീകവും പ്രതിനിധിയുമാണ് പിണറായി വിജയൻ. അദ്ദേഹം ശബരിമലയിൽ പോകുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുമ്പോഴും ആ ക്ഷേത്ര സങ്കേതത്തിൽ ആരൂഢമായി കരുതുന്ന വിശ്വാസ പരിസരങ്ങൾ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവിടെ ഭൗതികമായി ആ ആരാധനാ സങ്കേതത്തിന് എന്താണോ വേണ്ടത് അതൊരു ഭരണകർത്താവ് നിലയ്ക്ക് സംരക്ഷണം ഉറപ്പുവരുത്തലാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഇത്തരം സങ്കേതങ്ങളിൽ പിക്കാസുമായി പോയി അവയെ അടിച്ചു വീഴ്ത്തുമ്പോൾ, മസ്ജിദുകളെ തകർത്തെറിയുമ്പോൾ, കാശിയിലെ ഗ്യാൻബാബി പള്ളി പൊളിച്ചെറിയാൻ ഒളികണ്ണിട്ട് നരേന്ദ്രമോദി അങ്ങോട്ട് നോക്കുമ്പോൾ, തൊട്ടപ്പുറത്ത് മറ്റൊരു ആരാധനാലയം, മധുരയിലെ ഒരു ആരാധനാലയം പള്ളി തകർക്കാൻ അമിത്ഷാ ഒളികണ്ണിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മോഹൻ ഭഗത് ഒളികണ്ണിട്ടല്ല നേരിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ആരാധനാലയങ്ങളെ തകർക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ചെറുക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ആഖ്യാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സമീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അനാവശ്യമായ ഇത്തരം കൽപ്പനകൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹം സ്വയം ദൈവമാണ്. ഇനി ആരെയാണ് അദ്ദേഹം പൂജിക്കാൻ പോകുന്നത്? അദ്ദേഹം ആരെയാണ് ഇനി ആരാധിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ വെളിപാടുകൾക്ക് ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും തരത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ദഹിക്കാവുന്നൊരു കാര്യമാണോ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നോക്കിയാൽ അറിയാം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാരുടെ മനസ്സിൽ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥമാണ്. അത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളെങ്കിൽ പോലും ഇങ്ങനൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായല്ലോ എന്നോർത്ത് ഭരണഭരണ സൃഷ്ടാക്കളും അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരും പരിതപിക്കുന്നുണ്ടാവും അവരുടെ ഓർമ്മകളിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഒരിക്കൽ മോദി പറയുന്നത് കേട്ടു, അദ്ദേഹം ഫയലുകൾ വായിക്കാറില്ല, നേരെ നോക്കിയിട്ട് സ്കാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് ഏത് ഫയലും കാണാപ്പാടമാണ്. എൻ്റെ തലച്ചോറിനകത്തത് അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇത് പറയുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഓരോ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ എന്താ പറയുക? എന്നെക്കൊണ്ട് ദൈവം അങ്ങനെ ചെയ്യിക്കുകയാണ്. ഞാൻ ഓരോ സന്ദർഭത്തിലും ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കും, ദൈവം എന്നെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മൗനമായിരിക്കാൻ ഏത് ദൈവമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ഈ രാജ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വംശഹത്യക്കിരയായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഏത് ദൈവമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരം പ്രവർത്തിക്കാൻ? ഗുജറാത്തിലെ പാവപ്പെട്ട മനുഷ്യർ നിരാലംബരാക്കപ്പെട്ട് അവർ ഓടിയെത്തിയിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ സന്താനോൽപാദന ഫാക്ടറികളാണ് എന്ന പരാമർശം ഏത് ദൈവത്തിൻ്റെ വെളിപാടാണ്? ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് മനസ്സിലായിട്ടുള്ള അത്തരമൊരു ദൈവത്തെ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാലക്കാലം വിഭ്രാന്തിയോടുകൂടി പറഞ്ഞ മതവിദ്വേഷത്തിൻ്റെ, അപരമതവിദ്വേഷത്തിൻ്റെ, ഇത്തരം കാലുഷ്യങ്ങളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഞാനൊരു സമാധാനത്തോടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ആ പോക്കെന്ന് പറയുന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കമുള്ള കാര്യങ്ങളല്ല. പക്ഷെ പോകുന്നത് വിവേകാനന്ദൻ്റെ സവിധത്തിലേക്കാണ്. ആരാണ് വിവേകാനന്ദൻ? എക്സ്ക്ലൂഷൻ എന്നൊരു പദം ഇന്ത്യക്ക് അപരിചിതമാണ്, എൻ്റെ മതത്തിന് അപരിചിതമാണ്. അത്തരമൊരു വാക്കിന് സമാനമായി സംസ്കൃത ഭാഷയിൽ ഒരു വാക്ക് ഇല്ല. എൻ്റെ മതത്തിൻ്റെ ഭാഷയായ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ല. ഇത് പറഞ്ഞ താപസ ശ്രേഷ്ഠനാണ് വിവേകാനന്ദ സ്വാമികൾ. ആ വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ പാറയിൽ പോയി ഇരിക്കുമ്പോൾ സ്വാഭാവികമായും എക്സ്ക്ലൂഷൻ എന്ന പദം, ആ പദത്തിന് സമാനമായി എത്രയോ കാര്യങ്ങളാണ് നരേന്ദ്രമോദി 10 കൊല്ലക്കാലം ചെയ്തത്. അതുകൊണ്ട് വിവേകാനന്ദ പാറയിൽ പോയി തല തല്ലി പ്രായശ്ചിത്തം ചോദിക്കുകയാണ് വേണ്ടത്. അവിടെ പോയി മൗനമായി പ്രാർത്ഥന ഇരിക്കുകയല്ല. 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ ജനകൂടുകളോടും ഈ രാജ്യത്തോടും വിവേകാനന്ദന്റെ ഓർമ്മകളോടും ഹിന്ദുമതത്തോടും ചെയ്ത പാതകങ്ങൾക്ക് നരേന്ദ്രമോദി ഉത്തരം പറയുകയാണ് വേണ്ടത്.